ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക ഇത് മാത്രം മതി. ഇതെന്താണെന്ന് വെച്ചാൽ പപ്പട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ചുമന്ന മുളക്, പുളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ചൂടായി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്കൊരു 3 പപ്പടം വറുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കേണ്ട ആവശ്യമില്ല, വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അത് പ്രത്യേകം പറയണം. അപ്പം ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ പപ്പടത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് പപ്പടം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ഒരിക്കലും വറക്കരുത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ സമയം തന്നെ ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊണ്ടാട്ടമുളക് അരിക്കൊണ്ടാട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെജിറ്റേറിയൻ ഊണാണ്, നോൺ വെജ് ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പം മീൻ അങ്ങനെ വാങ്ങിയിട്ടില്ല, ചിക്കനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു വെജിറ്റേറിയൻ ഊണാവെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പപ്പടം കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് കൈവച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 പപ്പടമാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. ഇത്രയും അളവ് ചമ്മന്തിക്ക്. അപ്പോൾ ചമ്മന്തി ആദ്യം റെഡിയാക്കി മിക്സിയിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ നേരം നമ്മൾ ഈ പപ്പടം പൊട്ടിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ തണുത്ത് കൂട്ടോ. നല്ല ചൂടോടെ കഴിക്കേണ്ടതാണ് ഈ ചമ്മന്തിക്ക് സ്വാദ്. നല്ല പപ്പടത്തിൻ്റെ ചെറിയൊരു ക്രിസ്പിനെസ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി കൈവച്ച് കുഴച്ച് നമുക്ക് അപ്പം തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ചമ്മന്തി. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചമ്മന്തികളൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയാണത്. ഇഞ്ചിയും തേങ്ങയൊക്കെ ഇട്ടത് അധികം ആരും പപ്പട ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതാ നമ്മുടെ അത്യാവശ്യം പുളിയും എരിവും ഒക്കെയുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഇത് മാത്രം മതി കേട്ടോ, കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി ഈ മഴക്കാലത്ത്. പിന്നെ നമുക്ക് മോരൊന്ന് കഴിക്കാറാവണ സമയത്തൊന്ന് കടഞ്ഞെടുക്കാറുണ്ട്, കടോല് വെച്ചൊന്ന് കടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചേമ്പിൻ്റെ തണ്ട് കറിയുണ്ട്, താളുന്നണ്ട് കറിയുണ്ട്, പപ്പായ ഉപ്പേരി ഉണ്ട്, പിന്നെ കുറച്ച് മണിപ്പയർ തോരനുണ്ട്, പിന്നെ ഇന്നലത്തെ കടലുപ്പേരി, കൊണ്ടാട്ടമുളക്, പിന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള പപ്പട ചമ്മന്തി. ഇത്രയൊക്കെയാണ് ഇന്ന് ഊണിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.